ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി എത്തി. ഇതുവരെ സ്ഥാനാർത്ഥി മണ്ഡലത്തിലില്ല എന്നുള്ളതായിരുന്നു പരാതി. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടം ബൂത്ത് തലത്തിലും മണ്ഡലം തലത്തിലും ഏതാണ്ട് നടന്നിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും അങ്ങോട്ടുള്ള പ്രചാരണം? കാരണം രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് തിരിച്ചു പോകും. ഒന്ന്, ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വരവിന് മുമ്പേ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രത്യേക യോഗം വിളിച്ചു. അതിനുശേഷം പ്രവർത്തകന്മാരുടെ നിയോജക മണ്ഡലം തല കൺവെൻഷനുകൾ ചേർന്നു. അതിനുശേഷം പഞ്ചായത്ത് UDF കൺവെൻഷൻ ചേർന്നു. അതിനുശേഷം ബൂത്ത് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ കഴിഞ്ഞു. അതിനുശേഷം ആ ബൂത്ത് കമ്മിറ്റിക്കിടയിൽ 3, 4, 5 സ്ക്വാഡുകൾ ഉണ്ടാക്കി ആദ്യഘട്ട ഭവന സന്ദർശനവും കഴിഞ്ഞു. ഞങ്ങളുടെ സിസ്റ്റം കറക്റ്റ് ട്രാക്ക് ചെയ്തു. ഞങ്ങൾ നാളെ മുതൽ അവലോകനത്തിലേക്ക് പോകണം. ഫസ്റ്റ് സ്ക്വാഡിന്റെ അവലോകനത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞാൻ ഒരു കാര്യം പറയുന്നു, ഒരു തെരഞ്ഞെടുപ്പിലും ഇത്രയും ബൃഹത്തായ ഒരു പ്രിപ്പറേഷൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങളതിൽ കുറച്ചുകൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൈക്രോ ലെവൽ വോട്ടേഴ്സിനെ മാനേജ് ചെയ്യല്ല, അവരെ കാണാനും അവരുമായി സംവദിക്കാനുള്ള മെക്കാനിസം ഉൾപ്പെടെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വരവ് ഇത് വയനാടിന് മാത്രമല്ല ജനാധിപത്യ കേരളത്തിന് മുഴുവൻ അതൊരു ഇലക്ട്രിഫൈയിങ് എഫക്റ്റാണ്. കാരണം നരേന്ദ്രമോദിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന നിർഭയനായ ഇന്ത്യ കണ്ട പോരാളി ശ്രീ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ അദ്ദേഹം ലാൻഡ് ചെയ്തത് തലക്കലെ ഗ്രൗണ്ടിലാണ്. നിങ്ങൾ കണ്ടു, ഞാൻ ഇതുവരെ കണ്ടു ഒരു രാഷ്ട്രീയ നേതാവ് ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സമയത്ത് ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ്, പുരുഷന്മാരല്ല, ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും അവർ വികാരനിർഭരമായി സ്നേഹവായ്പോടുകൂടി രാഹുൽ ഗാന്ധിയെ കൈകൊടുക്കാൻ, കാണാൻ, സംസാരിക്കാൻ അവരോടൊക്കെ സംവദിച്ചാണ് രാഹുൽ ഗാന്ധി വന്നത്. വഴിയോരങ്ങളിൽ മുഴുവൻ ജനതയായിരുന്നു. ഇവിടെ വയനാട് ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. 10,000-കണക്കിന് ആളുകൾ പാരാവാരം പോലെ ഒരു സമുദ്രത്തിന്റെ ഒഴുക്ക് കണക്കെ ഒരു പ്ലക്കാർഡ് പിടിച്ച് ഒഴുകുകയായിരുന്നു ജനം. നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു. ഒരെൻഡ് അതിന്റെ ഫ്രണ്ട് ഭാഗവും കാണുന്നില്ല, അവസാന ഭാഗവും കാണാത്ത രീതിയിൽ ഒരു മനുഷ്യ മഹാസാഗരം തീർത്തതായിരിക്കുന്ന ഒരു പാൽക്കടൽ പോലെയുള്ള ഒഴുക്കായിരുന്നു. ഈ ഒഴുക്ക് രാജ്യത്തെ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ പോരാട്ടത്തിന്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു, 19 വർഷം താമസിച്ചതായിരിക്കുന്ന വീട്ടിൽ നിന്ന് ശ്രീ രാഹുൽ ഗാന്ധിയെ ഇറക്കിവിട്ട പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ഈ വലിയ രാഷ്ട്രീയ ദൗത്യം വയനാട്ടിൽ നിന്ന് ശ്രീ രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ചിരിക്കുകയാണ്. വയനാടൻ ജനതയുടെ എല്ലാ കലവറയില്ലാത്ത പിന്തുണ ഇന്ന് അദ്ദേഹത്തിന് നൽകി. ആ ആത്മവിശ്വാസം ഇന്ത്യ മുഴുവൻ പ്രചരണം നടത്താൻ രാഹുൽ ഗാന്ധിക്ക് ആത്മവിശ്വാസം നൽകും. നാളെ മുതൽ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിലേക്ക് വീണ്ടും കടക്കും. നാളെ മുതൽ ഞങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കേണ്ടതായ ആവശ്യകത വരാത്ത രീതിയിൽ ഇലക്ട്രിഫൈയിങ് എഫക്റ്റ് താഴെ ബൂത്തുകളിലും വീടുകളിൽ വരെ കേന്ദ്രീകരിക്കാൻ ഈ സന്ദർശനത്തിന് സാധിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കും. ഇപ്പം പ്രതിപക്ഷം പ്രധാനമായിട്ടും പല ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇപ്പം ഏറ്റവും പുതിയ ആക്ഷേപമായിട്ട് അവർ ഉന്നയിക്കുന്നത് ഈ പ്ലക്കാർഡുകളും എന്തിയാണ് ഇന്ന് പ്രവർത്തകരെ കണ്ടിട്ടുള്ളത്. മറിച്ച് ലീഗിന്റെ കൊടിയില്ലായിരുന്നു, കോൺഗ്രസിന്റെ കൊടിയില്ലായിരുന്നു. ഇതെല്ലാം ബോധപൂർവ്വം മാറ്റിവെച്ചതാണ്. ബോധപൂർവ്വം മാറ്റിവെച്ചതല്ല. സ്ഥാനാർത്ഥിയാരാണ്? രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്താണ്? കൈപ്പത്തിയാണ്. ഈ രണ്ട് കാര്യം UDF എന്നുള്ളത് ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ്. വിവിധ പാർട്ടികളാണ്. ആ വിവിധ പാർട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലാഗ്സ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ചിഹ്നങ്ങളുണ്ട്. ആ ഫ്ലാഗ്സിലൊക്കെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ചിഹ്നങ്ങളാണുള്ളത്. അപ്പം ഞങ്ങൾ സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ മുഖ്യം, സ്ഥാനാർത്ഥിയുടെ ചിഹ്നമാണ് മുഖ്യം. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിലെടുത്ത് പ്രവർത്തകന്മാർ ആ ഉത്തരവാദിത്വം ഭംഗിയായി കൃത്യതയോടുകൂടി വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അവർ നിർവഹിച്ചു. അങ്ങനെ ഒന്ന് നിർവഹിച്ചപ്പോൾ മറ്റ് ചില ആരോപണങ്ങൾ കൊണ്ടുവരാൻ ദേശവ്യാപകമായി കാതോർത്തിരുന്ന ആളുകൾക്കുണ്ടായ നിരാശയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരുന്നതിലുള്ള കാര്യം. കഴിഞ്ഞ തവണ ചില ചിഹ്നങ്ങളായിരുന്നല്ലോ ഇത്തരം ദേശവ്യാപകമായ പ്രചരണത്തിന് കാരണമായിട്ടുണ്ടായിരുന്നത്. എതിർ പ്രചരണമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ബോധപൂർവമായ രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യപ്പെടേണ്ടതായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിന് നേതൃത്വം കൊടുക്കാതെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്തതും സത്യസന്ധമല്ലാത്തതുമായിട്ടുള്ള പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കളിച്ച് അധികാരം വിഭാഗീയതയിലൂടെ നിലനിർത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദി ഒരു ഭാഗത്ത്, രാഹുൽ ഗാന്ധി വയനാടുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം റോഡ് ഷോയുടെ സമാപനത്തിൽ പ്രസംഗിച്ചു. അദ്ദേഹം മരവേൽ കോളനി, ട്രൈബൽ കോളനിയിൽ വിസിറ്റ് ചെയ്ത് കോൺഗ്രസിന്റെ UDFന്റെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങളും ലക്ഷ്യങ്ങളും ഗ്യാരണ്ടിയും ഉറപ്പുകളും അവരോട് പറഞ്ഞു. അതിനുശേഷം പത്രപ്രവർത്തകരോട് ചെറിയ സമയം അദ്ദേഹം സംസാരിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു,
ഞങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഭരണഘടനയും തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ്. തകർക്കാൻ ഒരു കൂട്ടർ, അതിനെ സംരക്ഷിക്കാൻ ഒരു കൂട്ടർ. ആ സംരക്ഷണത്തിൻ്റെ പോരാട്ടം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ഞങ്ങൾ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കൃത്യമായി നിഴലിച്ചു. ഞങ്ങളുടെ പ്രാധാന്യം അതാണ്. അതല്ലാതെ ഇതിനെ മറ്റു രീതിയിലേക്ക് വഴിതിരിച്ചു വിടാൻ ശ്രമിച്ച ആളുകൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയോടുകൂടി ദയനീയമായി മാനസികമായി തകരുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു വിഷയം ഇനി ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല എന്നുള്ള കൃത്യമായ നിലപാടാണ് എതിർ കക്ഷികളോട് പറയാനുള്ളത്. അവർക്ക് വയനാടിൻ്റെ പ്രശ്നങ്ങൾ പറയാൻ അവർക്കില്ല. അവരിത് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മൈനോറിറ്റി വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലമാണ്, ലീഗിന് കൃത്യമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ അത്തരത്തിലുള്ള അവരുടെ കൊടി വന്നപ്പോൾ കേന്ദ്രത്തിലുൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഭയന്നിട്ടാണോ അത്തരത്തിൽ വേണ്ട എന്നുള്ള തീരുമാനമെടുത്തതെന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയല്ല, വയനാട്ടിലെ ജനങ്ങൾ മൈനോറിറ്റിയുണ്ട്, മെജോറിറ്റിയുണ്ട്. അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ്. ആ പൗരന്മാരെ വിഭാഗീയവൽക്കരിച്ചും അപമാനിക്കാനും ഈ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രമം നടത്തി. ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾ സ്ഥാനാർത്ഥിയും ചിഹ്നവും മുൻപന്തിയിൽ വെച്ച് പ്രചരണം നടത്താൻ പ്രവർത്തകർ തീരുമാനിച്ചു. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചു. UDFന്റെ ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത ചിഹ്നവും വ്യത്യസ്ത കൊടിയുമാണ്. അപ്പോൾ ആ ചിഹ്നവും ആ കൊടിയും പ്രദർശിപ്പിക്കേണ്ടതില്ല. സ്ഥാനാർത്ഥിയും ചിഹ്നവും പ്രധാനം. അപ്പോൾ അതുകൊണ്ട് ഫ്ലിംസി പൊളിറ്റിക്സും അതുപോലെ ഡേർട്ടി പൊളിറ്റിക്സും കളിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ റോഡ് ഷോ.